ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന്. ഭാവിയെപ്പറ്റിയുള്ള അവ്യക്ത സ്വപ്നങ്ങളിൽ മുഴുകി അലസമട്ടിൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ ശ്രീധരൻ്റെ മേൽ ആരോ പീച്ചാങ്കുഴലിൽ ഒഴിച്ച പോലെ ഒരു അനുഭവമുണ്ടായി. മുഖം കുനിഞ്ഞു നോക്കിയപ്പോൾ ഷർട്ടിലും മുണ്ടിലുമെല്ലാം രക്തം. പിന്നെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, രക്തമല്ല, വെറ്റില മുറുക്കി തുപ്പിയതാണ്. അപ്പോൾ തൊട്ടടുത്ത കന്മതിലിനോട് ചേർന്ന അടുക്കളശാലയിൽ നിന്ന് വിസിപ്പിഞ്ഞാണങ്ങൾ വീണിടുന്ന പോലെ പെണ്ണുങ്ങളുടെ കൂട്ടച്ചിരി മുഴങ്ങിക്കേട്ടു. ചേങ്ങരയിലെ അടുക്കള ബീവികളുടെ ഒരു നേരമ്പോക്കുകളെപ്പറ്റി ശ്രീധരൻ കേട്ടിട്ടുണ്ടായിരുന്നു. വിസ്തരിച്ച് വെറ്റില മുറുക്കി ആ അടുക്കള യക്ഷികൾ വല്ല കാഫ്ര്യങ്ങളും മോടിയിൽ ഉടുത്തൊരുങ്ങി ഇടവഴിയിലൂടെ വരുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഇര അടുത്തെത്തിയാൽ ജാലകത്തിലൂടെ ലക്ഷ്യം തെറ്റാതെ വായിൽ തുപ്പൽ ചാമ്പി കൊടുക്കും. എന്നിട്ടൊരു ചിരി ചിരിക്കും. യക്ഷികൾ തന്നെ, ചോര കുടിക്കുന്ന യക്ഷികളല്ല, ചോര തുപ്പുന്ന യക്ഷികൾ. രാപ്പകൽ ആ കോട്ടയ്ക്കകത്ത് ബന്ധനത്തിൽ കഴിയുന്ന ബീവികൾക്ക് എന്തെങ്കിലും ഒരു വിനോദം വേണ്ടേ? അടുക്കളയിൽ നിന്ന് തനിക്ക് താമ്പൂല രസായനം പകർന്നു തന്ന ബീവി യുവതിയോ കിഴവിയോ യുവതിയായിരിക്കുമെന്ന് ശ്രീധരൻ സ്വയം വിശ്വസിച്ചു. ആ യുവതിയുടെ വായ വലിപ്പമോർത്ത് അത്ഭുതപ്പെടുകയും ചെയ്തു. തൻ്റെ മുണ്ടും കുപ്പായവും ഇങ്ങനെ നനഞ്ഞൊലിക്കുമാറാകണമെങ്കിൽ ആ ബീവിയുടെ കവിളിൽ കണിശമായ ഒരു കുടം കൊള്ളും. ശ്രീധരൻ അങ്ങനെ ഇളമ്പ്യനായി. താൻ ഈയിടെ പഠിച്ച പുതിയൊരു സംസ്കൃത വാക്യം ചേർത്തു പറയുക.